നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. നോൺ വെജ് കഴിക്കുന്ന എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണ് ചിക്കൻ, അല്ലേ? ചിക്കൻ കൊണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നല്ല കുരുമുളകിട്ട് വരട്ടിയെടുത്ത ഒന്നാന്തരം പെപ്പർ ചിക്കൻ റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എരിവിനായിട്ട് പച്ചമുളകോ ഉണക്കമുളകോ ചുവന്ന മുളകിൻ്റെ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, ഓൺലി പെപ്പർ. അതുകൊണ്ട് തന്നെ ഇതൊരു 100% പെപ്പർ റോസ്റ്റാണ്. അസാധ്യ രുചിയാണ് കേട്ടോ. പെപ്പർ ചിക്കൻ കോമ്പിനേഷൻ്റെ രുചിയെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. പതിവ് രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് എല്ലോട് കൂടിയ 1.25 കിലോ ചിക്കനാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾക്കിതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും മഞ്ഞളെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മളുടെ പെപ്പർ ചിക്കനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1.5 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കുറഞ്ഞ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും നിറം മാറുന്നതായിട്ടും പിന്നെ നല്ലൊരു മണം വരുന്നതായിട്ടും നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കുക. പെപ്പർ ചിക്കനുള്ള മെയിൻ ആയിട്ടുള്ള മസാലയും തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മളുടെ ചിക്കൻ വരട്ട് പോലുള്ള റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇളക്കി യോജിപ്പിക്കാനും പിന്നെ നന്നായിട്ട് വരട്ടിയെടുക്കാനും ഇതുപോലെ ഉരുളിയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഉരുളി നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിട്ട് വരട്ടിയെടുക്കുന്ന നമ്മുടെ ചിക്കനിൽ നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ചിക്കൻ സോഫ്റ്റ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ നെയ്യിലേക്കും വെളിച്ചെണ്ണയിലേക്കും 2 ഏലക്ക, 4 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു ചെറിയ കറുവപ്പട്ടയുടെ ഇലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് 2 വലിയ സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി ഉപയോഗിക്കാവുന്നതാണ്. ചെറിയുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത്രയും ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു ഈസി പെപ്പർ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാള തന്നെ എടുത്തിരിക്കുന്നത്. നമ്മൾ സവാള വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നതിനായിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ നന്നായി വഴറ്റുക. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ അടിയിൽ നിന്നും മേൽഭാഗത്തേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കുക്കാവുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം വരുന്നതായിരിക്കും. എന്നാലും ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായി അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് ചിക്കനിൽ നിന്നും വെള്ളമെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മളുടെ ചിക്കനിൽ എരിവിനായി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും പൊടി ചേർത്ത് കൊടുക്കുക.
ഇനി അങ്ങോട്ടാണ് നമ്മളുടെ ചിക്കൻ്റെ മട്ടും ഭാവമൊക്കെ മാറുന്നത്. ഈ മസാല അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കളറും നല്ല ഒന്നാന്തരം മണവുമായിരിക്കും. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുന്നേ ഒരു 2-3 മിനിറ്റ് കൈ വിടാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ചിക്കനിൽ ബാക്കിയുള്ള വെള്ളവും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ചിക്കന് ശരിക്കും കുരുമുളകിട്ട് വരട്ടിയ ചിക്കനാക്കി മാറ്റുന്നത്. അതിനായിട്ട് നമ്മൾ പാത്രം ഇതുപോലെ തുറന്ന് വെച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഉരുളിയുടെ എല്ലാ ഭാഗത്തുള്ള മസാലയും ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ഈ ചിക്കനിൽ പുളിക്ക് വേണ്ടി തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. അതിനായിട്ടൊരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുരുമുളകിൻ്റെയും മല്ലിയിലയുടെയും കരിവേപ്പിലയുടെയും എല്ലാം ചേർന്ന് നല്ല ഒന്നാന്തരം മണമാണ് വരുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മേലെ വിതറിക്കൊടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിനെല്ലാം ഇത് വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്